തുടരുകയാണ്. കൈകോർത്ത് കൈരളിയുടെ രണ്ടാം ചാർട്ടേഡ് വിമാനം കൊച്ചിയിൽ ഇൻഡിഗോ വിമാനത്തിൽ 175 യാത്രക്കാരാണ് ഉള്ളത്. കൈരളി ടി വിക്കൊപ്പം ഷാർജ മാസ്, അലൈൻ മലയാളി സമാജം, ഫുജൈറ കൈരളി എന്നിവരുടെ സഹകരണത്തോടെയാണ് വിമാനം ഇന്ന് പുറപ്പെട്ടത്. ഷാർജയിൽ നിന്ന് പുറപ്പെട്ടത് 172 യാത്രക്കാരുമായുള്ള വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. ഇൻഡിഗോ വിമാനമാണ് യാത്രക്കാരെയും കൊണ്ട് ഷാർജയിൽ നിന്ന് കൊച്ചിയിലെത്തിയത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൈകോർത്ത് കൈരളി പദ്ധതി പ്രകാരമുള്ള കൈരളി ടി വി പ്രവാസികൾക്ക് വേണ്ടി ഈ കോവിഡ് കാലത്ത് നടപ്പാക്കുന്ന പദ്ധതി പ്രകാരമുള്ള രണ്ടാമത് ചാർട്ടേഡ് വിമാനം പൂർണ്ണമായും സൗജന്യമായാണ് അർഹരായ യാത്രക്കാരെ ഗൾഫ് മേഖലകളിൽ നിന്ന് സ്വദേശത്തേക്ക് എത്തിക്കുന്നത്. ആദ്യ വിമാനം കഴിഞ്ഞ ദിവസം ദുബൈയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ഇത് രണ്ടാമത് ചാർട്ടേഡ് വിമാനം 172 യാത്രക്കാരുമായി ഇന്ന് 11 മണിക്ക് ഷാർജയിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് ഇപ്പോൾ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കൊച്ചിയിൽ നിന്ന് സിബി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സിബി, വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇന്ന് 11 മണിക്ക് ഷാർജയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ 172 യാത്രക്കാരാണ് കൈരളി ടി വിയുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 172 യാത്രക്കാർ. കൊച്ചിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ എന്താണ്? ജോർജറ്റ്, തീർച്ചയായും അഭിമാനകരമായ ഒരു ദൗത്യം തന്നെയാണ്. കാരണം കൈരളി ടി വി കൈകോർത്തുകൊണ്ട് പ്രവാസികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ക്ലേശത അനുഭവപ്പെടുന്ന പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഒരു സേവനം എന്ന നിലയിലാണ് ഈ കൈരളി ടി വിയും ഷാർജ മാസും അതോടൊപ്പം തന്നെ അലൈൻ മലയാളം സമാജവും ഫുജൈറ കൈരളിയും ഒന്നിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രവാസികളെ 1000ഓളം പ്രവാസികളാണ് നമ്മൾ എത്തിക്കാൻ പോകുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ദൗത്യമാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ ഈ ഇൻഡിഗോ വിമാനത്തിൽ 172 പ്രവാസികളുമായി വന്ന് ഇറങ്ങിയത്. ഈ ഫ്ലൈറ്റ് നമ്പർ 6 ഈ 9166 എന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് വിമാനമാണ് ഇപ്പോൾ കൊച്ചിയിൽ വന്ന് ഇറങ്ങിയത്. ഇന്ത്യൻ സമയം 12:30, അതായത് 11 മണിക്ക് ഇന്ത്യൻ സമയം 12:30 അവിടെ നിന്നും ദുബായിൽ നിന്നും ഈ വിമാനം യാത്ര തിരിച്ചത്. 172 യാത്രക്കാരിൽ ഒരു കൈക്കുഞ്ഞ് അടക്കമാണ് 172 യാത്രക്കാർ. ഇതിപ്പോൾ കൈരളി ടി വിയുടെ രണ്ടാമത്തെ ഒരു ദൗത്യം കൂടിയാണ്. ആദ്യ ദൗത്യം 22-ാം തീയതി ആയിരുന്നു. അന്ന് 217 യാത്രക്കാരുമായിട്ടാണ് അന്ന് വിമാനം പറന്നിറങ്ങിയത്. ഇതിപ്പോൾ രണ്ടാമതായി ഇന്നിപ്പോൾ 172 യാത്രക്കാരുമായി ഈ കൈരളി കൈകോർത്തുകൊണ്ട് പ്രവാസികൾക്ക് വേണ്ടി കൈകോർത്തുകൊണ്ട് അവർക്ക് വലിയൊരു ആശ്വാസമായിക്കൊണ്ട് ഈ പ്രവാസികൾ എത്തിക്കുകയാണ്. ഈ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മാധ്യമ സ്ഥാപനം ഇത്തരത്തിൽ പ്രവാസികളെ സൗജന്യമായി എത്തിക്കാൻ വേണ്ടി ഒരു ദൗത്യം ഏറ്റെടുത്തത്. ഇത് എല്ലാ കോണിൽ നിന്നും വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുകയും നിരവധി പേർ സഹായഹസ്തവുമായി എത്തുകയും ചെയ്തു. പിന്നീടാണ് ഷാർജ മാസിൻ്റെയും അതോടൊപ്പം തന്നെ അലൈൻ മലയാളം സമാജവും ഫുജൈറ കൈരളി എല്ലാം തന്നെയും ഒന്നിച്ചുകൊണ്ട് സഹകരണത്തോടെ ഇത്തരത്തിലൊരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കൈരളി ടി വി ഇപ്പോൾ ആ ദൗത്യത്തിൻ്റെ പിന്നാലെയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ചാർട്ടേഡ് വിമാനമാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ വന്നിറങ്ങിയിരിക്കുന്നത്. 1000-ലധികം പേരെയാണ്, അല്ലെങ്കിൽ 1000-ലധികം ടിക്കറ്റുകളാണ് ഇത്തരത്തിൽ സൗജന്യമായി ഈ പ്രവാസികൾക്ക് വേണ്ടി നൽകുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരെ കണ്ടെത്തി അവരെ ഈ നാട്ടിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ടായിട്ടും കഴിയാത്തവരെല്ലാം തന്നെയും നാട്ടിലെത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് കൈരളി ടി വി ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ദൗത്യമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇപ്പോൾ ഈ 172 യാത്രക്കാരുമായി പറന്നിറങ്ങിയത്. എന്തായാലും ഈ നമുക്കറിയാം, ഒരു മാധ്യമ സ്ഥാപനം ഇത്തരത്തിലുള്ളൊരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഈ പ്രവാസികൾക്ക് എല്ലാം തന്നെ പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു വലിയ വിഭാഗം സംസ്ഥാന സർക്കാരെല്ലാം തന്നെയും വലിയ രീതിയിൽ മുൻകൈ എടുത്തുകൊണ്ട് പ്രവാസികൾ ഒന്നടങ്കം നാട്ടിലെത്തിക്കുകയാണ്. ഓരോ ദിവസവും 10,000-ലധികം പ്രവാസികളാണ് കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തുമായി വിമാനത്താവളങ്ങളായി വന്നിറങ്ങുന്നത്. പ്രതിപക്ഷമടക്കമുള്ളവർ ഈ പ്രവാസികൾക്ക് വേണ്ടി വെറുതെ ശബ്ദമുയർത്തി അല്ലെങ്കിൽ വെറുതെ പ്രതിഷേധമുയർത്തി നടക്കുമ്പോഴും കൈരളി ടി വി പോലുള്ള സ്ഥാപനം അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരും തന്നെയും ഈ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അത് പ്രാവർത്തികമാക്കുകയാണ്, അല്ലെങ്കിൽ പ്രവാസികൾ നാട്ടിലെത്തിക്കാനുള്ള ഒരു ദൗത്യം പ്രാവർത്തികമാക്കുന്ന ഒരു മാതൃകപരമായ ഒരു സേവനമാണ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. ഇനി നാളെയോ മറ്റന്നാളോ കൈരളി ടി വിയുടെ മൂന്നാമത്തെ ദൗത്യം, അതായത് ചാർട്ടേഡ് വിമാനത്തിൽ അടുത്ത പ്രവാസികളുമായി എത്തുകയും ചെയ്യും. ഇങ്ങനെ 1000-ലധികം പ്രവാസികളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒരു വലിയ ഒരു അഭിമാനകരമായ ദൗത്യമാണ് തുടർന്നു കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോൾ രണ്ടാമത്തെ ചാർട്ടേഡ് വിമാനവും എത്തിയിരിക്കുന്നു. 172 യാത്രക്കാരുമായി അതിൽ ഒരു കൈക്കുഞ്ഞ് ഉൾപ്പെടെ ഉണ്ട്. അബുദാബിയിൽ നിന്നും ഇന്ത്യൻ സമയം 12:30 പുറപ്പെട്ടത്. ഇന്നിപ്പോൾ ഈ
8:40 കൂടി തന്നെ ഈ ഒരു ദൗത്യം വിജയമായി പൂർത്തീകരിച്ചുകൊണ്ട് രണ്ടാമത്തെ ചാർട്ടേഡ് വിമാനവും ഇവിടെ എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് റാപ്പിഡ് ടെസ്റ്റ് ഉള്ളവയെല്ലാം തന്നെ ഇന്ന് മുതൽ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ വരുന്ന ആളുകൾക്ക് കോവിഡ് രോഗികളല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ കോവിഡ് രോഗികളല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഒരു റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തുവാനുള്ള ഒരു സജ്ജീകരണമാണ് ഇന്ന് മുതൽ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സജ്ജമാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായി 16 കൗണ്ടറുകൾ പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുണ്ട്. അതായത് ഒരേ സമയം 200-ലധികം യാത്രക്കാരെ ഈ റാപ്പിഡ് ടെസ്റ്റിന് വിധേയമാക്കാം എന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പം താമസം ഈ യാത്രക്കാർ പുറത്തു വരാനുണ്ടാകും. കാരണം ഈ റാപ്പിഡ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം ഇതിൻ്റെ ഒരു പരിശോധനാ ഫലം ലഭിക്കാൻ വേണ്ടി അരമണിക്കൂറിലധികം, അത് 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ സമയം വേണ്ടിവരും. കൂടാതെ ഇതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായ രോഗികളുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ PCR ടെസ്റ്റിന് വിധേയമാക്കാൻ വേണ്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അത്തരത്തിലാണ് ഇവിടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു കോവിഡ് വ്യാപനമോ അല്ലെങ്കിൽ മറ്റ് രോഗലക്ഷണമോ അല്ലെങ്കിൽ രോഗം ഉള്ളവർ ഉണ്ടെങ്കിൽ തന്നെയും മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ, ഒരു സമ്പർക്കം മൂലം പകരാതിരിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇതിനൊപ്പം തന്നെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് കൈരളി ടിവിയുടെ ഈ ഒരു സംരംഭവും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു അഭിമാനകരമായ നേട്ടം തന്നെയാണ്. ഇൻഡിഗോ വിമാനം 172 യാത്രക്കാരുമായി കൊച്ചിയിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ ദൗത്യമാണ്. ഇനിയും നിരവധി ദൗത്യം കൊണ്ട് നാളെയോ മറ്റന്നാളോ അടുത്ത പ്രവാസികളുമായി 200-ലധികം പ്രവാസികളുമായി വന്നിറങ്ങും. കഴിഞ്ഞ 22-ാം തീയതി 217 യാത്രക്കാരുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രവാസികളെ വന്നിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ദൗത്യമാണ്. ഇനിയും നിരവധി ദൗത്യങ്ങൾ ഉണ്ട്, വരും ദിവസങ്ങളും ഉണ്ടാകും. ഈ കൈരളി ടിവിയും അതോടൊപ്പം തന്നെ ഷാർജ മാസിൻ്റെ സഹകരണത്തോടെ അലൈൻ മലയാളം സമാജവും ഫുജൈറ കൈരളിയും എല്ലാം തന്നെ ഒന്നിച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ ഒരു സേവന സന്നദ്ധതയുമായി മുന്നോട്ട് വന്ന സുമനസ്സുകളുടെ സഹായത്തോടെയാണ് കൈരളി ടിവി ഇത്തരത്തിലൊരു സേവന പദ്ധതി നടപ്പാക്കുന്നത്. എന്തായാലും അഭിമാനകരമായ നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ ചെയ്ത പ്രവാസികൾ അവരുടെ ഒരു ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയത്ത് അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടിയാണ്. ആ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് കൈരളി ടിവി ഒരു മാധ്യമ സ്ഥാപനം ഇത്തരത്തിലൊരു പ്രവാസികളെ സൗജന്യമായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. അത് എല്ലാവരും ഇരു കൈകളും അടിച്ചുകൊണ്ടാണ് എല്ലാവരും കേരള സമൂഹം ഒന്നാകെ ഏറ്റെടുത്തത്. മാത്രമല്ല ഈ കൈരളി ടിവിക്കൊപ്പം തന്നെ സഹകരിക്കാൻ വേണ്ടി നിരവധി പേരും സന്നദ്ധ സംഘടനകളും മുന്നോട്ട് വന്നു എന്നുള്ളതും ഏറ്റവും അഭിമാനകരവും ആയ കാര്യം തന്നെയാണ്. ഇതാണ് ഇത്തരത്തിലൊരു വലിയ അഭിമാനകരമായ ഒരു ദൗത്യം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സേവനം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞതും. എന്തായാലും അഭിമാനകരമായ നേട്ടം തന്നെയാണ്. ഇപ്പോൾ 172 യാത്രക്കാർ ഇപ്പോൾ ഈ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. ജോർജറ്റ്, അത് തന്നെയാണ്. 1000 പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് കൈകോർത്ത് കൈരളി പദ്ധതി നടപ്പാക്കുന്നത്. അതിൽ രണ്ടാമത്തെ ചാർട്ടേഡ് വിമാനമാണ് ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. 172 യാത്രക്കാരുമായി ഇന്ന് ഇന്ത്യൻ സമയം 12:30 ദുബൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത്. ഇതിനകം 387 യാത്രക്കാരെയാണ്, പ്രവാസികളെയാണ് 2 ഫ്ലൈറ്റുകളിലായി കൈരളി നാട്ടിലെത്തിച്ചത്. 1000 പേരെ എത്തിക്കാനുള്ള ആദ്യഘട്ട ദൗത്യമാണ് കൈരളി പ്രഖ്യാപിച്ചത്. നിരവധി സംഘടനകളുടെ, വ്യക്തികളുടെയൊക്കെ സഹകരണം ഈ പദ്ധതിക്ക് കൈരളിക്ക് ലഭ്യമാവുകയും ചെയ്തു. അർഹരായ പ്രവാസികളെ നാട്ടിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ജോലി നഷ്ടപ്പെട്ടവർ, വിസിറ്റിംഗ് വിസയിൽ വിദേശത്തെത്തി കുടുങ്ങിപ്പോയവർ, ഒപ്പം തന്നെ വിവിധ രോഗങ്ങളാൽ വലയുന്ന ആളുകൾ, അങ്ങനെ അർഹരായ ആളുകൾക്കാണ് കൈരളി ഈ സഹായം നൽകുന്നത്. തികച്ചും സൗജന്യമായി പ്രവാസികളെ നാട്ടിലെത്തിക്കുക എന്ന ഉത്തരവാദിത്തം ഒരു മാധ്യമം എന്ന നിലയിൽ ഏറ്റെടുത്തുകൊണ്ട് വിജയകരമായി നടപ്പാക്കുന്നു. രണ്ടാമത് ചാർട്ടേഡ് വിമാനം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. വളരെ വികാരഭരിതമായി തന്നെയാണ് ഇതിലെത്തുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പല ഘട്ടങ്ങളിലും പ്രതികരിച്ചത്. പ്രവാസ ലോകത്ത് വലിയ പിന്തുണ ഈ പദ്ധതിക്ക് കൈരളിക്ക് ലഭ്യമായിരുന്നു. പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നിരവധി ആളുകളുടെ, സംഘടനകളുടെ സഹകരണവും കൈരളിക്ക് ലഭ്യമായിരുന്നു. പ്രവാസികൾ ഇന്ന് എയർപോർട്ടിലെത്തിയപ്പോൾ ദുബായിൽ നൽകിയ ചില പ്രതികരണങ്ങളുണ്ട്. അവരുടെ ആ വാക്കുകൾ കൂടി ഈ ഘട്ടത്തിൽ കേൾക്കാം. അത്തരം പ്രതികരണങ്ങളിലേക്ക് എത്താം. സിബി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സിബി, ഇവിടെയാണ് കൈരളി ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും മറ്റു മാധ്യമങ്ങളിൽ നിന്ന് വേറിട്ട ഒരു ചാനലാകുകയും ചെയ്യുന്നത്. ഒരു ചാനലിൻ്റെ ദൗത്യം അത് ഒരു ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാകുകയാണ്. ഇത്തരത്തിൽ പ്രവാസികൾക്ക് വേണ്ടി സഹായം എത്തിക്കുന്ന ഒരു ചാനൽ കൂടിയായി മാറുകയാണ്. വലിയ
പിന്തുണയും വലിയ സപ്പോർട്ടുമാണ് പ്രവാസ ലോകത്ത് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ കേരള സർക്കാർ ഉൾപ്പെടെയുള്ളവർ കൈരളിയുടെ ഈ ദൗത്യത്തിന് വലിയ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. വിദേശത്തും അത്തരം പിന്തുണകൾ ലഭ്യമായി. ഇന്ത്യൻ കോൺസുലേറ്റിലടക്കം അത്തരം പിന്തുണകൾ ഒക്കെ ലഭ്യമായ ശേഷമാണ് ഈ ദൗത്യം ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഫ്ലൈറ്റുകൾ കേരളത്തിലേക്ക് എത്തും. കൂടുതൽ ആളുകളെ ഗൾഫിൻ്റെ മറ്റു മേഖലകളിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കാൻ കൈരളിക്ക് കഴിയുകയും ചെയ്യും. സിബി, എന്തെല്ലാം കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നു? വിമാനത്താവളത്തിൽ ഇവർക്ക് എന്തെല്ലാം കടമ്പകൾ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് കോവിഡ് പരിശോധനകൾ ഉൾപ്പെടെ? ജോർജറ്റ്, ഇനി വിമാനത്താവളത്തിൽ ഇവർ വന്നിറങ്ങി കഴിഞ്ഞാൽ പിന്നീട് ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പ്രത്യേകമായ ചില അതായത് റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ഇന്നു മുതൽ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 16 അല്ലെങ്കിൽ 16 മുറികൾ സജ്ജമാണ്. ഇവിടെയാണ് ഈ 16 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തുന്നത്. ഈ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റിന് എല്ലാ യാത്രക്കാരെയും വിധേയമാക്കും. ഇതിനുശേഷം ഇവിടെ എന്തെങ്കിലും പോസിറ്റീവായ അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടെത്തിയാൽ ഇവരെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റും. അല്ലാത്തവർക്ക് അവർക്ക് വീടുകളിൽ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തും. അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇത്തരത്തിൽ ഇവർ ക്വാറന്റൈനിൽ ഇരിക്കുക. അല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ രോഗികളുണ്ടെങ്കിൽ ഇവരെ ഉടൻ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. പിന്നീട് PCR ടെസ്റ്റ് അടക്കമുള്ള എല്ലാത്തിനെയും നടത്തുകയും അവർക്ക് ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യും. ഇന്ന് ഇപ്പോൾ ഈ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ യാത്രക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി അല്പം കൂടി സാധാരണ ഉള്ള സമയത്തേക്കാൾ അല്പം കൂടി 1 മണിക്കൂറിലധികം കൂടി സമയം വേണ്ടി വരും. കാരണം ഈ റാപ്പിഡ് ടെസ്റ്റിൻ്റെ ഒരു ഫലം ലഭിക്കാൻ വേണ്ടി 1/2 മണിക്കൂറിലധികം സമയം വേണ്ടി വരും. കൂടാതെ നമുക്കറിയാം N95 മാസ്ക് അതോടൊപ്പം തന്നെ ഗ്ലൗസ് ഉൾപ്പെടെ എല്ലാം തന്നെയും ഗ്ലാസ് മറകളെല്ലാം തന്നെയും ഇവർക്ക് യാത്രക്കാർക്ക് വേണം എന്നുള്ളത് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. കുവൈറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് PP കിറ്റ് അടക്കം വേണമെന്നുള്ള കേരള സർക്കാർ തന്നെ കഴിഞ്ഞ ദിവസം നിഷ്കർഷിച്ചിരുന്നു. എന്നാലും കേരള സർക്കാർ എടുത്ത തീരുമാനത്തെ കേന്ദ്രം എല്ലാം തന്നെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ നമുക്ക് കത്തയച്ചെല്ലാം തന്നെയും കത്തയച്ചെല്ലാം തന്നെയും അഭിനന്ദനാർഹമായ ഒന്ന് തന്നെയാണ്. എന്തായാലും കേരളം ഈ ഒരു കോവിഡ് വ്യാപനത്തെ തടയാൻ വേണ്ടി എടുക്കുന്ന എല്ലാ ഒരു മുൻകരുതലിനെയും നടപടിക്രമങ്ങളെയും കേന്ദ്ര സർക്കാർ പോലും വളരെയധികം അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിൽ തന്നെയുള്ള കേന്ദ്ര മന്ത്രിമാർ ഉൾപ്പെടെ എല്ലാവരും തന്നെ കേരളത്തെ വിമർശിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ നിശ്ചിതമായി തന്നെ അല്ലെങ്കിൽ കേരള സർക്കാർ എല്ലാ രീതിക്കും കേരളത്തിൻ്റെ ഓരോരോ സമീപനത്തെയും അഭിനന്ദിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ കേരളം ജോർജറ്റ് നേരത്തെ പറഞ്ഞ തന്നെ ഒരു കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ കൈരളി TV പോലുള്ള സ്ഥാപനങ്ങൾ വാർത്ത നൽകുക മാത്രമല്ല സാമൂഹിക സേവനം കൂടി നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി കൈരളി TVക്കുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ പ്രവാസികളെ സൗജന്യമായി നാട്ടിലെത്തിക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് വന്നത്. ഇതിൻ്റെ ഭാഗമായി 1000-ലധികം ആളുകൾക്ക് സൗജന്യമായി എത്തിക്കുവാനുള്ള ടിക്കറ്റുകൾ എങ്ങനെ ലഭ്യമാക്കും, ഇത്രത്തോളം പണം മുടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം കോവിഡ് വ്യാപനത്തെ തുടർന്ന് എല്ലാ രീതിക്കും സാമ്പത്തികമായി പ്രതിസന്ധി പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പ്രത്യേകിച്ച് മാധ്യമ സ്ഥാപനങ്ങൾ അടക്കമെല്ലാം തന്നെയും വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷേ പ്രവാസികളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു നട്ടല് അല്ലെങ്കിൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നട്ടലായിരുന്ന പ്രവാസികളെ സംബന്ധിച്ച് അവരെ സഹായിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ അവരെ സഹായിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാതൃക എന്ന നിലയിൽ കൈകൊണ്ട് ഇവരെ സൗജന്യമായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ എത്ര പേർ പറ്റുമോ അത്രയും പേരെ കൊണ്ടുവരിക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്തത്, പ്രത്യേകിച്ച് ഒരു മാതൃകാപരമായി ഏറ്റെടുത്തത്. ഇതിന് കൈകോർക്കാൻ വേണ്ടി മറ്റുള്ള ഷാർജ മാസ് അല്ലെങ്കിൽ മറ്റ് അലൈൻ മലയാളം സമാജം, ഫുജൈറ കൈരളി ഉൾപ്പെടെയുള്ള മറ്റുള്ള സന്നദ്ധ സേവന രംഗത്തെത്തുകയും കൈരളിക്കൊപ്പം കൈകോർക്കുകയും ചെയ്തു. ഇത് ഒരു മഹത്തായ ഒരു സേവന ദൗത്യമായി മാറുകയും ചെയ്തു. എന്തായാലും അതിൻ്റെ ഭാഗമായി 1000 ടിക്കറ്റുകൾ സൗജന്യമായി നൽകിക്കൊണ്ട് 1000-ഓളം പ്രവാസികളെ ഇങ്ങോട്ടേക്ക് സൗജന്യമായി കൊണ്ടുവരിക. പ്രത്യേകിച്ച് ജോർജറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അർഹരായ ആളുകൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട കുട്ടികൾ, ഗർഭിണികൾ, അങ്ങനെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരെ ഇവിടെ എത്തിക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് എത്താൻ സാമ്പത്തികം മൂലം കഴിയാത്ത ആളുകളെ ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ള രീതിക്ക് തന്നെ പ്രത്യേകമായ ഒരു സമിതി രൂപീകരിച്ച് ആ സമിതി ഇവരെ അർഹരപ്പെട്ട ആണോ എന്ന് വിലയിരുത്തിയ ശേഷം ഇങ്ങനെയുള്ള യാത്രക്കാരെയാണ് അല്ലെങ്കിൽ അർഹരായവരെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ആ ഒരു ദൗത്യത്തിൻ്റെ 2ാമത്തെ ചാർട്ടേഡ് വിമാനമാണ് ഇവിടെ വന്നിറങ്ങിയത്. അഭിമാനകരമായ ഒരു സേവന ദൗത്യം കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും കൈരളി TV കൈകോർത്തുകൊണ്ട് ഇത്തരത്തിൽ നിരവധി പ്രവാസികൾ എത്തിക്കും. ഇപ്പോൾ ഏകദേശം
ഏകദേശം കഴിഞ്ഞ ദിവസം 217, ഇന്നിപ്പോൾ 172 എന്നിങ്ങനെ യാത്രക്കാരെ കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ബാക്കി 1,800-ലധികം യാത്രക്കാരെ ഇനി കൊണ്ടുവരും, വരും ദിവസങ്ങളിൽ കൊണ്ടുവരികയും ചെയ്യും. എന്തായാലും ഈ അഭിമാനകരമായ ദൗത്യം ഇന്നിപ്പോൾ പൂർത്തീകരിക്കുന്നു. ഇന്ന് ഇന്ത്യൻ സമയം 12:30 അബുദാബിയിൽ നിന്നും 172 യാത്രക്കാരുമായി പറഞ്ഞത് ഇന്ന് കൊച്ചിയിലേക്ക് കൃത്യം 4:40 തന്നെ ഈ യാത്രക്കാരുമായി പറന്നിറങ്ങുകയും ചെയ്തു. ഈ ദൗത്യവും രണ്ടാമത്തെ ദൗത്യവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നിരവധി യാത്രക്കാരെ വരും ദിവസങ്ങളിൽ കൊണ്ടുവരികയും ചെയ്യും. യു എയിൽ നിന്നുൾപ്പെടെ ഇനിയും ഫ്ലൈറ്റുകൾ ഉണ്ടാവും. ഗൾഫിന്റെ മറ്റ് മേഖലകളിൽ, മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഫ്ലൈറ്റുകൾ, കൈരളിയെ ഏർപ്പെടുത്തുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഉണ്ടാകും. പൂർണ്ണമായും സൗജന്യമായാണ് യാത്രക്കാരെ കേരളത്തിൽ എത്തിക്കുന്നത്. 1000 യാത്രക്കാരെ എത്തിക്കാനുള്ള പദ്ധതിയാണ്. ഇതിനകം 380-ലധികം ആളുകളെ 2 ഫ്ലൈറ്റുകളിലായി കേരളത്തിൽ എത്തിക്കാൻ കൈരളിക്ക് സാധിച്ചു. വരും ദിവസങ്ങളിലും ഈ ദൗത്യം തുടരുക തന്നെ ചെയ്യും. വന്ദേ ഭാരത് മിഷനിൽ ഉൾപ്പെടെ യാത്രക്കാർ ചിലവുകൾ സ്വയം വഹിക്കണമെന്ന നിർദ്ദേശം എത്തിയതോടെയാണ് കൈരളി ഇത്തരമൊരു ഉദ്യമത്തിന് മുതിർന്നത്. അർഹരായ ആളുകളെ, ജോലി നഷ്ടപ്പെട്ടവരെയും മറ്റ് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളെയുമൊക്കെ കേരളത്തിലേക്ക് എത്തിക്കാൻ കൈകോർത്ത് കൈരളി എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് കൈരളിയുടെ ഈ പദ്ധതി മൂലം ലഭ്യമാകുന്നത്. ചരിത്രത്തിൽ തന്നെ ഇടം നേടുന്ന ഒരു പദ്ധതിക്ക് വലിയ പിന്തുണ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. പ്രവാസികളുടെ വാക്കുകൾ കേൾക്കാം. മാസ് ദുബായിൽ നിന്ന് പ്രധാന നിമിഷങ്ങൾ പ്രവാസികൾക്കായി കൈരളി നടപ്പാക്കുന്ന കൈകോർത്ത് കൈരളി പദ്ധതി പ്രകാരം രണ്ടാമത് ചാർട്ടേഡ് വിമാനം ഇപ്പോൾ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. 2 മാസമായിട്ട് സർക്കാരിൻ്റെ ക്വാറന്റൈനിലായിരുന്നു. പിന്നെ ജോലി നഷ്ടപ്പെട്ട് 4 മാസമായിട്ട് റൂമിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷാർജ മാസ് ഷാർജയും കൈരളിയും ഒത്തിട്ട് ടിക്കറ്റ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നതിൽ വളരെ സന്തോഷം. ഞാൻ വടകര സ്വദേശിയാണ്. കോഴിക്കോട് ജില്ല വടകരയാണ്. വന്നിട്ട് 3.5 മാസമായി. ഒരു നടക്കൊന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. കുടുങ്ങിക്കിടന്നുകൊണ്ട് ഈ മാസം കൈരളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരാണ് ഈ സൗകര്യം ചെയ്തു തന്നത്. ടിക്കറ്റ് ഫ്രീ ആണ്, എല്ലാ സൗകര്യങ്ങളും അവരാണ് ചെയ്തു തരുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് നോക്കി നടത്തുന്നത്. നമുക്ക് അത്രയും സഹായം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ജോലിയില്ല, 2-3 മാസത്തോളമായി ജോലിയൊന്നുമില്ല, വർക്കൊന്നുമില്ല. അതുകൊണ്ട് ഒരു കഷ്ടത്തിൽ തന്നെയാണ്. അങ്ങനെ കൈരളി മാസിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടിയത് ഫ്രീ ആയിട്ട് തന്നെ. വലിയൊരു സന്തോഷം. അത്രയും ഒരു ഇതിലായിരുന്നു, ഇവിടെ വിഷമിച്ച് കഴിയായിരുന്നു. അപ്പം അങ്ങനെ കിട്ടിയതിൽ അങ്ങനെ കുറേ ഇതായിട്ട് കൈരളി തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ആദ്യം ഇപ്പോൾ 2ാമത്തെ ഫ്ലൈറ്റാണത്. അതിൽ കിട്ടിയതിൽ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതെ, എനിക്ക് തന്നെ പറയാനുള്ളത്. എന്നാൽ ഇപ്പോൾ 4 മാസമായിട്ട് പണിയില്ല. റൂമിന് വരെ കണ്ടുപിടുത്താനും ബുദ്ധിമുട്ട്, എല്ലാം കണ്ട ബുദ്ധിമുട്ട്. പിന്നെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എന്നുള്ള ഒറ്റ ചിന്തയിലേക്ക് അങ്ങനെ പോകുന്നുണ്ടല്ലോ. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൈരളി ഇങ്ങനെ സഹായം തന്നതിൽ വലിയ സന്തോഷമുണ്ട്. കൈരളിക്കും മാസിനും നന്ദി പറയുന്നു. കൈകോർത്ത് കൈരളി പദ്ധതി പ്രകാരമുള്ള രണ്ടാമത് ചാർട്ടേഡ് വിമാനം കൊച്ചിയിൽ എത്തിയിരിക്കുന്നു. 172 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉള്ളത്. കൈരളിക്കൊപ്പം മറ്റ് സംഘടനകൾ കൂടി ഈ പദ്ധതിയിൽ കൈകോർത്തു. ഷാർജ മാസ്, അലൈൻ മലയാളം സമാജം, ഫുജൈറ കൈരളി എന്നിവരും ഈ പദ്ധതിയിൽ കൈരളിക്കൊപ്പം കൈകോർത്താണ് 172 യാത്രക്കാരെ കൊച്ചിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്.